Hello guys, welcome to Cinebus Malayalam. ബിഗ് ബോസ് സീസൺ 8 എപ്പിസോഡ് 10ന്റെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു ലാസ്റ്റ് ഒരു വീക്ക്, അതായത് ലാസ്റ്റ് ഒരു വീക്കും വീക്കെൻഡ് എപ്പിസോഡുമായിട്ട് ഒത്തിരി പേര് എലിമിനേറ്റ് ആയി. ഇപ്പം ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ഈ ഒരു അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്തത് 40 കണ്ടസ്റ്റൻസുമായിട്ടാണ്. ഇപ്പം മറ്റേ ഈ ഗെയിമിനുള്ളത് ആകെ 12 പേര് മാത്രമാണ്. അപ്പോൾ ഈ 12 പേരും കൊണ്ടാണ് ഇനി ഗോയി ഫോർവേഡുള്ള ഗെയിംസ് മുന്നോട്ട് പോകുന്നത്. അപ്പം ആദ്യമേ തന്നെ റിനീഷ വരുന്നു. റിനീഷ വന്നിട്ട് ഇൻട്രൊഡക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഓരോ കണ്ടസ്റ്റൻസിനെ സ്പെസിഫിക്കലി കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ കാണിച്ച്, കാരണം അവർ 12 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ റിനീഷ് അത് ശരിക്കും ഇത് സ്പെസിഫിക്കലി പറയുന്നുണ്ട്. അതായത് ഇനി കണ്ടസ്റ്റൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ജഡ്ജസിന്റെ മാത്രം അഭിപ്രായം കൊണ്ടല്ല, അത് ഓഡിയൻസിന്റെയും കൂടെ വോട്ടിന്റെ ബേസിലാണ്. അതായത് വോട്ടിംഗ് ലൈൻസ് ഒക്കെ ഓപ്പൺ ആണ്. അതുകൊണ്ട് ഇനി പെർഫോം ചെയ്യുന്നത് വിലയിരുത്തുന്നത് ജഡ്ജസ് മാത്രമല്ല, ഓഡിയൻസും ഉണ്ട്. അപ്പോൾ അവരുടെ വോട്ടിന് ഭയങ്കര പ്രാധാന്യമുണ്ടെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പൂക്ക് കിസ് ഇമോജി ടാസ്ക് ആണ്. അപ്പോൾ അതിനകത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടില്ലായിരുന്നു. അപ്പോൾ അതായത് ഇമോജിയുടെ ഒരു ഇമോജി, അതായത് പൂക്കിന്റെ ഇമോജി, കിസിന്റെ ഇമോജി, എന്നിട്ട് കണ്ടസ്റ്റൻസ് ഓരോരുത്തരായിട്ട് വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് കിസ് ഇമോജിയും ഇല്ലാത്ത ആൾക്ക് പൂക്ക് ഇമോജിയും കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടാസ്കിന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അണ്ടർലൈൻ ഒരു ഡൈനാമിക്സ് മനസ്സിലാക്കാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആർക്കാരുടെ താല്പര്യമുണ്ട്, ആരൊക്കെ വിചാരിക്കുന്നുണ്ട്, ചിലർ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, അവരെയൊക്കെ എക്സ്പോസ് ചെയ്യാനും ഒക്കെ ഈ ഒരു ടാസ്ക് കുറച്ചും കൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിനകത്തില് ചിലരാണ് ഓപ്പൺലി തന്നെ മറ്റു പ്ലേയേഴ്സിന്റെ ടാക്ടിക്സും അല്ലെങ്കിൽ അവർ ചലഞ്ച് ചെയ്യുന്നുണ്ട്, അവർ പ്ലേയിങ് സ്റ്റൈൽസിനെയൊക്കെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പൂജയുടെ ക്ഷമ, അവർ നല്ല രസമുണ്ടായിരുന്നു കോൺവെർസേഷൻ. അപ്പോൾ പൂജയാണെന്നുണ്ടെങ്കിൽ, ശ്യാം ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ടീം സ്പിരിറ്റ് ഒന്നുമില്ല, പുള്ളി സ്ക്രീനിന് വേണ്ടിയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ട് പൂജ പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് കുറെ പുള്ളിക്കാരി എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ആളാണ് ശ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ശ്യാമിനുള്ള അവസരം വന്നപ്പോൾ ശ്യാം വന്നിട്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പൂജ ചേച്ചിയാണ്. അപ്പോഴത്തെ പൂജ ഇനി ആൾക്കാർ എന്നെ വിചാരിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് പൂജയ്ക്ക് ഒരു അന്നേരം ടെൻഷൻ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരെ സ്മൂത്ത് ആയിട്ട് എന്നിട്ട് ശ്യാം ആണെന്നുണ്ടെങ്കിൽ അവിടെ തൂത്ത് പൂജ അടിച്ചു കളഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ടാസ്കിൽ നന്നായിട്ട് അവർ പെർഫോം ചെയ്തു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയിട്ടുള്ളത് എൽദോയ്ക്കാണ്. എൽദോയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൽദോയുടെ ആണെങ്കിൽ എൽദോയ്ക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൽദോ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രിപ്റ്റഡ് ബിഹേവിയർ ആണ്. ശരിക്കും ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യന്റെ മാസ്ക് ഒക്കെ അണിഞ്ഞിട്ട് ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് പുള്ളി എപ്പോഴും ബിഹേവ് ചെയ്യുന്നതെന്നാണ് ആൾക്കാർ, ഇത് ശ്യാമാണ് അത് പോയിന്റ് ഔട്ട് ചെയ്തത്. അപ്പോൾ അത് ഒന്ന് രണ്ട് പേര് ഇത് പറയുകയും ചെയ്തിരുന്നു. പിന്നാണെങ്കിൽ ഷിജിനാണ് ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയത് പൂക്കിമോച്ചി കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ, ഈ ഒരു നമ്മുടെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഇമോഷണൽ ചലഞ്ചസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പുള്ളിക്ക് അത്ര കഴിവില്ല എന്നുള്ള രീതിയിൽ ടീംമേറ്റ്സ് പറഞ്ഞ് വെച്ച്, അതെനിക്കും ഷിജിൻ ചില സമയത്ത് ടാസ്ക് ഒക്കെ കളിക്കുന്നുണ്ട്, പക്ഷേ കുറച്ചൊരു എന്താ പറയുന്നത്, ഔട്ട് ഓഫ് ഫോക്കസ് കളിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് ഷിജിന്. ബട്ട് അറിയില്ല, ഗോയിങ് ഫോർവേഡ് ചിലപ്പോൾ നന്നാവുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഗെയിമിലൂടെ നമുക്ക് ഒരു ക്ലിയർ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആർക്കാരെയൊക്കെ താല്പര്യമുണ്ട്, ആരുടെ കൂടെ ഒക്കെ നിൽക്കും എന്നുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റവും, അല്ലെങ്കിൽ ആരുടെതാണ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചും ഒക്കെ ഉള്ളതെന്നുള്ളത് നമുക്ക് ഇന്ന് കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് ഈ ഒരു ടാസ്ക് വലിയ കുഴപ്പമില്ലാതെ പോയി. അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് ലീഡർഷിപ്പ് സെലക്ഷൻ ആണ്. അപ്പൊ ഇത് ലൊലിറ്റയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ കിസ് ഇമോജി. അപ്പൊ ലൊലിറ്റയുടെ എല്ലാവർക്കും താല്പര്യം, അപ്പൊ കിസ് ഇമോജി ഏറ്റവും കൂടുതൽ കിട്ടിയത് ലൊലിറ്റയ്ക്കായിരുന്നു. അപ്പൊ ലീഡർഷിപ്പ് സെലക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കിസ് ഇമോജി കിട്ടിയത്, ഏറ്റവും കൂടുതൽ പൂക്കുമേജിയും കിട്ടിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കിസ് ഇമോജി കിട്ടിയത് ലൊലിറ്റയും ഏറ്റവും കൂടുതൽ പൂക്കുമേജി കിട്ടിയ ഷിജിനുമായിരുന്നു. അപ്പൊ അങ്ങനെ അവർ രണ്ടുപേരും മറ്റേ ലീഡർഷിപ്പ് സെലക്ഷനിൽ അവർ രണ്ടുപേരും സെലക്ട് ആയി. എന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും ടീം അസൈൻ ചെയ്തു. അടുത്തതെന്ന് പറയുന്നത് മെമ്മറി ടാസ്ക് ആണ്. മെമ്മറി ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരു ആം, രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ചലഞ്ചാണ്. അപ്പം മെമ്മറി ടാസ്കിലാണെന്നുണ്ടെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇമേജ് ഇവരെ ഷോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒത്തിരി ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ട്, നമ്പേഴ്സ്, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഒക്കെ ഇത്. അപ്പൊ ഇതെല്ലാം ഇപ്പം ആ അല്ല ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ്, എന്താ ഈ ചിത്രത്തിൽ, അപ്പൊ ഇവര് ആദ്യം ചിത്രം കാണിച്ചത് കഴിഞ്ഞിട്ട് പിന്നെ അത് മാറ്റുമല്ലോ. അപ്പൊ ഈ ചിത്രത്തിൽ എത്ര മൃഗങ്ങൾ കണ്ണടച്ചിട്ടുണ്ട്, അപ്പൊ അതൊക്കെയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ചിത്രം നോക്കുന്ന കൂട്ടത്തിൽ ഇതെല്ലാം മൈൻഡിൽ വെച്ചേക്കണം. അല്ലെങ്കിൽ എത്ര ആം, ആ, അല്ല കാറിന്റെ നമ്പർ എന്താണ്, മീൻസ് അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതായത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടാണ്, നമ്മൾ പെട്ടെന്ന് ഒറ്റയടി ചിലപ്പോൾ അങ്ങനെ ഫുള്ളി അങ്ങനെ മെമ്മറൈസ് ചെയ്തൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പം ടാസ്ക് 2 ലെവലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ഡിഫിക്കൽട്ടി ലെവൽസ്. ലെവൽ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് 6 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്, 1 പോയിന്റ് വീതം ഉണ്ടായിരുന്നു. പിന്നെ ലെവൽ 2 എന്ന് പറയുന്നത് 2 പോയിന്റ് വീതമുള്ള കുറച്ചും കൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ലൊലീറ്റയുടെ ടീം നന്നായിട്ട് പെർഫോം ചെയ്തു. അവർക്ക് അത്യാവശ്യം നന്നായിട്ട് 7 പോയിന്റ്സ് സ്കോർ ചെയ്തവര്.
പക്ഷെ ഷിജിന്റെ ടീം 1 2 ആണെന്ന് തോന്നുന്നു. ഷിജിന്റെ ടീം വെറും പൊട്ടയായിരുന്നു. അപ്പം ഷ്യാം മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു അതിനകത്ത് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഒരാൾ പോലും മര്യാദയ്ക്ക് കളിച്ചിട്ടില്ല. അപ്പം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്നിട്ട് ഇവരാണെന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള ആൻസർ ആണെങ്കിൽ അല്ലെങ്കിൽ പറയാൻ പറ്റാതെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവരാണെങ്കിൽ അവിടെ വേറെ ഫ്രണ്ടിൽ കുറച്ച് എന്താ ജ്യൂസസ് എന്ത് ജ്യൂസ് ആണെന്ന് അറിയത്തില്ല, അതെടുത്ത് കുടിക്കണം. അപ്പൊ അതായിരുന്നു അവരുടെ പെനാൽറ്റി എന്ന് പറയുന്നത്. അപ്പം ഉം, അപ്പൊ അങ്ങനെ ലൊലിറ്റയുടെ ടീം ഈ ഒരു ടാസ്കിൽ വിജയിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നുണ്ടായിരുന്നത്, അപ്പൊ എന്നിട്ട് പിന്നെ ജഡ്ജസ് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇതിനകത്തിലാണെങ്കിൽ ക്ലിയർ വിന്നേഴ്സ് എന്ന് പറയുന്ന ലൊലിറ്റയുടെ ടീം. ലൊലിറ്റയുടെ ടീമിൽ എല്ലാവരും ഇന്നായി. അപ്പുറത്തെ ടീമിൽ നിന്ന് ഷ്യാം ഒഴിച്ചു, ഷ്യാം മാത്രമേ അതിനകത്ത് കറക്റ്റ് ആൻസർ. അപ്പൊ ഷ്യാമിനെ അവർ സേവ് ചെയ്തു. എന്നിട്ട് ബാക്കി 5 പേരും ഡയറക്റ്റ് ഔട്ട് ഹൗസിലേക്ക് വിട്ടു. അപ്പൊ ഡയറക്റ്റ് ഔട്ട് ഹൗസിലേക്ക് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്തിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് എൽദോയ്ക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയായിരുന്നു. ഇൻഫിനിറ്റി പെൻഡന്റ് എൽദോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇൻഫിനിറ്റി പെൻഡന്റ് ഉള്ള എൽദോയ്ക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ. അപ്പൊ അവര് ജഡ്ജസ് പറയുന്നുണ്ട്, നോർമലി ആണെങ്കിൽ എല്ലാ കണ്ടസ്റ്റൻസും ഇപ്പൊ ഔട്ടൊക്കെ ആവുമ്പോൾ പറയുന്നത് എനിക്ക് അവിടെ ഒരു സംസാരിക്കാൻ സ്പേസ് തന്നില്ല എന്ന് പൊതുവെ പറയാൻ. അപ്പം എൽദോയോട് പറഞ്ഞു, ഈ ഇൻഫിനിറ്റി പെൻഡന്റ് ഇന്നത്തെ ഒരു എന്താ ഇതെന്ന് പറയുന്നത്, പ്രാധാന്യം എന്ന് പറയുന്നത് എൽദോയ്ക്ക് സമയം തരുവാണ്. അതായത് ഇവിടെയുള്ള കണ്ടസ്റ്റൻസിനെ അവരുടെ ബിഹേവിയേഴ്സ് അല്ല അവരുടെ സ്ട്രാറ്റജി, അവരെ ഗെയിമിനെ അനാലിസിസ് ചെയ്യാനുള്ള ഒരു പവർ തരുവാണ് എൽദോയ്ക്ക്. അത് നന്നായിട്ട് വിനിയോഗിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ അവർക്ക് എൽദോയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ജഡ്ജസിനെയും അനലൈസ് ചെയ്യാനുള്ള പവർ കൊടുത്തു. എൽദോ അത്യാവശ്യം സംസാരിച്ചു. എൽദോ അത്യാവശ്യം സംസാരിക്കുന്ന ആളാണല്ലോ. അപ്പൊ അത് അങ്ങനെ എൽദോ സംസാരിച്ചു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പേസ് കിട്ടുക, അത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു സ്പേസ് കിട്ടുക, നമ്മളുടെ കാര്യങ്ങൾ പറയാൻ ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഇപ്പൊ ഇങ്ങനെ ഇൻഡിവിജ്വൽ കളിയായതുകൊണ്ട് കുറച്ചും കൂടെ സ്പേസ് കിട്ടും. ഇപ്പം ബിഗ് ബോസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പലരെയും കാണത്ത് പോലും ഇല്ല. ഇപ്പൊ ലൈവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലരെ കാണത്ത് പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഈവൻ ദോ അവർ പറയാം, അവർ പുറത്തിറങ്ങിയിട്ട് പറയുന്നത് ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അല്ല ഇവരെക്കാളും കുറച്ചുകൂടെ മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അത് കുറച്ചുകൂടി ചിലപ്പോൾ ഹ്യൂമറസ് ആയിട്ട് കൈകാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറേ കൂടെ ആക്ടിവിറ്റീസ് അവിടെ പോകുന്നത്, അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് ക്യാമറ ഫോക്കസ് ആവും. അപ്പോൾ ഈ ബിഗ് ബോസ് ഒക്കെ മെയിൻ എപ്പിസോഡൊക്കെ വന്നു കഴിയുമ്പോൾ 1 അവറിലെ എപ്പിസോഡ് ആയിരിക്കുമല്ലോ കാണിക്കുക. ഈ 1 അവറിലെ എപ്പിസോഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണിക്കാൻ അവർ ശ്രമിക്കത്തുള്ളൂ. അല്ലാതെ നോർമൽ കോൺവെർസേഷൻസോ നോർമലി സംസാരിക്കുന്ന കാര്യങ്ങളോ ഒന്നും അവർ കാണിക്കത്തില്ല. അപ്പം ഇപ്പം ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ എൽദോ അത് യൂസ് ചെയ്തു. അത് നന്നായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറയുന്നത് എലിമിനേഷൻ ടാസ്ക്. അപ്പോൾ ഈ 5 പേരുണ്ടല്ലോ എലിമിനേഷനിലുള്ളത്. അപ്പം എല്ലാവരും അത്യാവശ്യം നമ്മളുടെ ഹഫിയന, ഷാമോൻ, പിന്നെ നമ്മുടെ താഷി, ഷിജിൻ, ഇവരാണ് നമ്മളുടെ എലിമിനേഷൻ പ്രോസസ്സിൽ വന്നത്. അപ്പൊ അത് തന്നെ ഷാമോൻ രക്ഷപ്പെട്ടു, താഷി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അഫിയാന സേവ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷിജിനാണ്. ഷിജിനെ ആണെങ്കിൽ ലാസ്റ്റിൽ ഷിജിനോട് ചോദിക്കുന്നത്, ഷിജിനാണ് ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയത്. ഷിജിന് പല കാര്യങ്ങളും കൺവേ ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഷിജിനാണെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ഷിജിൻ കുറച്ച് വീക്കായിട്ട് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് ഈ ഒരു കേസിൽ അവർ സേവ് ചെയ്ത്, എനിക്ക് തോന്നുന്നു വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആണല്ലോ. അപ്പോൾ ഇനിയിപ്പം ഈ 12 പേരുള്ളതുകൊണ്ട് ഇനിയിപ്പം ഇവരുടെ ഓഡിയൻസിന്റെ എന്താ അഭിപ്രായങ്ങളെ ചേർത്തിട്ടേ അവർ മുന്നോട്ട് പോകത്തുള്ളായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇവരാണെന്നുണ്ടെങ്കിൽ ഷിജിനെ ഔട്ടാക്കിയിട്ടില്ല. പക്ഷേ ഷിജിനെ ലാസ്റ്റ് വരെ അവരൊന്ന് പേടിപ്പിച്ച് നിർത്തിയിട്ടാണ് സേവ് ആക്കിയത്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ആരും എലിമിനേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത എപ്പിസോഡായിരുന്നു. അത്യാവശ്യം കുറച്ച് ചിരിക്കാനും കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എടുക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതായിരുന്നു ഇന്നത്തെ മെയിൻ എപ്പിസോഡ്. എപ്പിസോഡിനകത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ആഡ് ചെയ്യുക. എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് മുന്നോട്ടുള്ള വീഡിയോകളിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.